ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനിലും നൈജീരിയയിലും അതിഭീകരമായ അതിക്രമങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കടുത്ത പ്രതിസന്ധി സുഡാനിലാണ്. 10,000-കണക്കിന് ആളുകൾ അതിഭീകരമാം വിധം കൊല്ലപ്പെടുന്നു, കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കപ്പെടുന്നു. ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ ഡിസ്പ്ലേസ്ഡായി, അതായത് പലായനം ചെയ്യേണ്ട സാഹചര്യം രൂപപ്പെടുന്നു. പ്രധാനമായും അവിടെ നടക്കുന്നത് ആഭ്യന്തര യുദ്ധമാണ്. സുഡാനീസ് ആംഡ് ഫോഴ്സ് അഥവാ SAF സുഡാന്റെ ഔദ്യോഗിക സായുധ സേനയാണ്. എതിരാളികളായി നിൽക്കുന്നത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് RSF എന്ന സംഘടനയാണ്. ഒമർ അൽ ബഷീർ സുഡാന്റെ അധികാരത്തിൽ നിന്ന് ഭരണ തലപ്പത്ത് നിന്ന് അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ രൂപപ്പെടുന്നു. അതായത് സൈനിക അധികാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ ഒരു കേസ് സ്റ്റഡി മെറ്റീരിയൽ യഥാർത്ഥത്തിൽ ഈ സുഡാന്റെ ചരിത്രം പരിശോധിച്ചാൽ വൃത്തിയായി കിട്ടും. ഒമർ അൽ ബഷീർ തന്നെയാണ് ജാൻജവീദ് സേനയായി ആദ്യം ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ RSFന്റെ ആദ്യ രൂപത്തെ ഉണ്ടാക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ, അതായത് 2000 കാലയളവിൽ തന്നെ വലിയ ആഭ്യന്തര യുദ്ധങ്ങൾ അവിടെ നടക്കുന്നു. 3 ലക്ഷത്തോളം ആളുകൾ ആ ഘട്ടത്തിൽ കൊല്ലപ്പെട്ടു. ഒരുപാട് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴിയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴിയും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന അങ്ങേയറ്റം വേദനാജനകമായ സാഹചര്യം. മനുഷ്യരെ പുഴുക്കളെ പോലെ വെടിവെച്ച് കൊല്ലുകയാണ്. ദാഫറിന്റെ നിയന്ത്രണം നേരത്തെ തന്നെ RSFനാണ്. കഴിഞ്ഞ ദിവസം എൽഫാഷറിന്റെ നിയന്ത്രണവും RSF പിടിച്ചു. അതായത് RSF എന്നത് യഥാർത്ഥത്തിൽ ഒരു അറബ് സുപ്രമസിയെ സപ്പോർട്ട് ചെയ്യുന്ന, ആ ഗോത്രവിഭാഗങ്ങളുടെ സുപ്രമസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആശയത്തെയാണ് അവർ കൊണ്ടു നടക്കുന്നത്. അതായത് അറബ് ഇതര ഗോത്രവിഭാഗങ്ങൾ, മൈനോറിറ്റി വിഭാഗങ്ങളൊക്കെ കൊല്ലപ്പെടുകയാണ്. 90% മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ സുഡാൻ. അതായത് ഈ സായുധ സേനയുടെ തലപ്പത്തായിക്കോട്ടെ, RSFന്റെ തലപ്പത്തായിക്കോട്ടെ, അതിൻ്റെ നിയന്ത്രണം ഒക്കെ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷേ ഈ ആഭ്യന്തര യുദ്ധം വഴി 10,000-കണക്കിന് ആളുകൾ ദിനേന കൊല ചെയ്യപ്പെടുകയാണ്. കൃത്യമായ കണക്ക് യഥാർത്ഥത്തിലില്ല. UN-ന് മുന്നിൽ പോലും കൃത്യമായ കണക്കില്ല. പക്ഷെ അവിടെ വംശഹത്യ നടക്കുന്നു എന്ന് US അടക്കമുള്ള ഏജൻസികൾ പറയുന്നുണ്ട്. ഇത് ആളുകൾ, കുട്ടികളടക്കം, അതായത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ, പല മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ കാണാം 100 കണക്കിന് കുട്ടികൾ, മാതാപിതാക്കൾ കൊല്ലപ്പെട്ടു. ആരും അനുഗമിക്കാനില്ലാതെ കുട്ടികൾ അലഞ്ഞു നടക്കുന്നു. മൃതദേഹങ്ങൾ, അതായത് മൃതദേഹങ്ങളുടെ തന്നെ ഒരു തലസ്ഥാനമായി ചില പ്രദേശങ്ങൾ മാറുന്നു. ശവപ്പറമ്പുകൾ, മരണത്തിൻ്റെ താഴ്വരയായി പല പ്രദേശങ്ങളും മാറുന്നു എന്നൊരു സ്ഥിതി അവിടെയുണ്ട്.